ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് നല്ല ഈസി ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു കോഡ് സെറ്റാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 4 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഒരു ജോർജറ്റിൽ ക്രഷ് ടൈപ്പ് വരുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുക്കാം. അത്യാവശ്യം ഒരു കട്ടിയുള്ള മെറ്റീരിയൽ ആയിരിക്കണം. ഇനി ഇതിൽ നിന്നായിട്ടൊരു 1.25 മീറ്റർ പാൻറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. പാൻറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 15 ഇഞ്ചസ് വിഡ്ത്തിലാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ലെങ്ത് ആയിട്ട് 39 മാർക്ക് ചെയ്തെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലായിട്ട് വേസ്റ്റിൻ്റെ വിഡ്ത്തായിട്ട് 11 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പോയിന്റിൽ നിന്നായിട്ട് 12 ഇഞ്ചസ് സീറ്റ് ലെങ്ത് ആയിട്ട് ഇതുപോലെ നേരെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നായിട്ട് സീറ്റിൻ്റെ വിഡ്ത്തും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. 13 ഇഞ്ചസാണ് സീറ്റിൻ്റെ വിഡ്ത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ എടുക്കുന്നത് അതിനേക്കാളും ഒരു 2 ഇഞ്ചസ് എക്സ്ട്രാ എടുത്തിട്ടാണ് സീറ്റിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ഇനി ഏറ്റവും എൻഡിലായിട്ട് നമുക്ക് ബോട്ടം വിഡ്ത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 10 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത് വിഡ്ത്തായിട്ട്. ഇനി ഒരു പോയിന്റ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സീറ്റിൻ്റെ വിഡ്ത്തിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതായി ഒരു സീറ്റിൻ്റെ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതിനെ ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസസും ഇതിൻ്റെ സെൻറ്ററിലൂടെയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ കറക്റ്റ് സെൻറ്ററിലായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നായിട്ട് ബാക്ക് പാർട്ടിനൊന്ന് മാറ്റി വെക്കുകയാണ്. ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു എൻഡിലായിട്ടൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മറ്റേ എൻഡിലോട്ട് ഇതുപോലെ സ്ലോപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇവിടെ മുതൽ എൻഡ് വരെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാനുണ്ട്. എൻഡ് വരെ 1 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ മാത്രമായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ഇതിലോട്ട് പോക്കറ്റ് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് 10 ഇഞ്ചസ് ലെങ്ത്തും 8 ഇഞ്ചസ് വിഡ്ത്തുള്ള 4 പീസസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ചെറുതായിട്ടൊരു പോക്കറ്റിൻ്റെ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഷേപ്പിലായിട്ടാണ് പോക്കറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 2 പീസസ് എടുത്തിട്ട് മാറ്റി വെക്കാം. 2 പീസ് ഞാനിതാ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ 2 പീസസിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ഒരുമിച്ച് ഉള്ളിലായിട്ട് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കുകയാണ്. ഫ്രണ്ട് പാർട്ടിൽ വന്നിട്ടുള്ള 2 പീസസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പോക്കറ്റിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചസും ലെങ്ത്ത് 5 ഇഞ്ചസും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 പോയിന്റുകൾ ജോയിൻ ചെയ്തെടുത്തിട്ട് അതിലൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഫ്രണ്ട് പാർട്ടിലായിട്ട് 2 സൈഡിലും നമ്മൾ പോക്കറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്തിട്ട് എടുക്കണം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നായിട്ടാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ പീസ് കുറച്ച് എക്സ്ട്രാ വരും. അത് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 2 പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി ഇത് റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് റോങ് സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാൻറ്റ്. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പോക്കറ്റിന് വേണ്ടിയിട്ട് നേരത്തെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള പീസാണിത്. ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കാം. ആ ഒരു കറക്റ്റ് ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. ആ 2 പീസസ് മാത്രം നമ്മൾ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ 2 പീസുകൾ ചേർത്തിട്ട് ഇതുപോലെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് നേരെ നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ആ പോക്കറ്റിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് എക്സ്ട്രാ വന്നിട്ടുള്ളത് ആ ഒരു പാൻറ്റിൻ്റെ കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പോക്കറ്റിൽ എക്സ്ട്രാ വന്നത് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ പോക്കറ്റിൻ്റെ ഈ 2 സൈഡുകളും പാൻറ്റും കൂടെ ചേർത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൈഡിലെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ മറ്റേ സൈഡിലും ഇനി പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാൻറ്റിലായിട്ട് ഫ്രണ്ട് പാർട്ടിൽ 2 സൈഡിലും പോക്കറ്റ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലായിട്ട് ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും അതിൻ്റെ സീറ്റ് ലെങ്ത് ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതിൻ്റെ സീറ്റ് ലെങ്ത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്.
ഇനി ഇതിലായിട്ട് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിനായിട്ട് വേസ്റ്റ് എന്താ ഇതുപോലെ ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 22 ഇഞ്ചസാണ് വന്നിട്ടുള്ളത്. 22 ഇഞ്ചസ് വിഡ്ത്തും 6 ഇഞ്ചസ് ലെങ്ത്തും ആയിട്ട് ഇതുപോലത്തെ 2 പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാൻഡിന് വേണ്ടിയിട്ട്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിനുമായിട്ട് ബാൻഡ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ റോങ് സൈഡിൽ നിന്നായിട്ട് ബാൻഡിനെ സ്റ്റിച്ച് ചെയ്തിട്ട് റൈറ്റ് സൈഡിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂസ് ആക്കുന്ന എലാസ്റ്റിക്കിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഫോൾഡിങ് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1.5 ഇഞ്ചിന് എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യൂസ് ആക്കുന്ന ഇലാസ്റ്റിക്കിനനുസരിച്ചിട്ട് വേണം ഫോൾഡ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാനിതാ ഇതുപോലെ ബാൻഡ് ഫിറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പാർട്ടിൽ മാത്രമായിട്ടാണ് ഇലാസ്റ്റിക് യൂസ് ആക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ബാക്ക് പാർട്ടിൽ മാത്രമായിട്ട് ആ ഒരു ബാൻഡിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലായിട്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെയാണുള്ളത്, ഇലാസ്റ്റിക് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മളിതാ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതിൻ്റെ സൈഡുകൾ തമ്മിലൊന്ന് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇതാ വേസ്റ്റിൻ്റെ അവിടെ മുതൽ ബോട്ടത്തിൻ്റെ എൻഡ് വരെ 2 സൈഡും ക്ലോസ് ആക്കിയിട്ട് എടുക്കാം. സൈഡൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൻ്റെ ആ ഒരു ബോട്ടം ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഞാനൊരു 1 ഇഞ്ച് വിഡ്ത്തിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം ഇവിടെ മുതൽ മറ്റേ എൻഡ് വരെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. ബാക്കിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ബാൻഡ് അതുപോലെ പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ്. അപ്പം 2 സൈഡിലും പോക്കറ്റൊക്കെ വന്നിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാൻറ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ടോപ്പ് എങ്ങനെയാണ് ചെയ്തിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. ടോപ്പ് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മെറ്റീരിയലിനെ വീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ വേണം നീളത്തിൽ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ ലെങ്ത് ആയിട്ട് 32 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിൽ വന്നിട്ടുള്ള ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒരു 3 ഇഞ്ച് ഗ്യാപ്പിൽ മുകളിലോട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലായിട്ട് ഫ്രണ്ട് പാർട്ടിനേക്കാളും 3 ഇഞ്ചസ് കൂടുതലായിട്ടാണ് ബാക്ക് പാർട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിലായിട്ട് നെക്കിനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് 3.5 ഇഞ്ചസും ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് 2 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 15 ഇഞ്ചസാണ് ഷോൾഡർ ആയിട്ട് എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ വിഡ്ത്തും ഷോൾഡറിൻ്റെ ഈ ഒരു വിഡ്ത്തും കൂടെ ചേർത്താൽ 18 ഇഞ്ചസാണ് നമ്മൾ ടോട്ടൽ വിഡ്ത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഡ്രസ്സിൻ്റെ എൻഡ് വരെ നമ്മൾ ഈ ഒരു വിഡ്ത്ത് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനത് ബോട്ടം ഭാഗത്തായിട്ടും സെൻറ്ററിലൊക്കെ ആയിട്ട് ഒരു 18 ഇഞ്ചസ് വിഡ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ബാക്കിനൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 18 ഇഞ്ചസ് വിഡ്ത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഫ്രണ്ട് നെക്ക് മാത്രം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിലായിട്ട് ഇതുപോലെ ചെറിയൊരു സ്ലിറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റ് സെൻറ്ററൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ നെക്കിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ഇതുപോലെ ചെറിയൊരു കട്ടിട്ടിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവ് ജോയിൻ ചെയ്തിട്ട് എടുക്കാനായിട്ട് ആം ഹോളിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കണം. ഞാനൊരു 8 ഇഞ്ചസാണ് ആം ഹോളിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും കൂടെ ഞാൻ ആ ഒരു സെൻറ്റർ ഒന്ന് ചെറിയൊരു കട്ടിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തത് മറ്റേ സൈഡിലോട്ടും കൂടെ മാർക്കിങ് കൊടുക്കുകയാണ്. ഇനി സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 12 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റുകളും കൂടെ ഞാൻ കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് സ്ലീവിന് കട്ട് ചെയ്തിട്ട് എടുക്കാം. സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് മെറ്റീരിയൽ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് എത്രയാണോ എടുത്തത് അതാണ് നമ്മുടെ ഒരു സ്ലീവിൻ്റെ വിഡ്ത്ത് എടുക്കേണ്ടത്. സ്ലീവിൻ്റെ ലെങ്ത്ത് ആയിട്ട് 10 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെയും കൂടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു എൻഡിലായിട്ട് സ്ലീവ് റൗണ്ട് 6 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു 6 ഇഞ്ചസിൽ നിന്നും 8 ഇഞ്ചസിലോട്ട് ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ 15 ഇഞ്ചസ് ആയിരുന്നു ഷോൾഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഫുൾ സ്ലീവ് ആവാൻ എത്രയും കൂടെ വേണമെന്ന് നോക്കിയിട്ട് വേണം ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ബാക്കിൽ വന്നിട്ടുള്ള ആ ഒരു സ്ലിറ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് റോങ് സൈഡിലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. ബാക്കിൽ വന്നിട്ടുള്ള ഒരു സ്ലിറ്റ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കും ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നെക്കൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യാൻ വേണം. നമുക്ക് കോളറൊക്കെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത്.
നമ്മുടെ നെക്കിനെ നല്ല ഭാഗത്തായിട്ട് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ നെക്കിൻ്റെ രണ്ട് എൻഡിലായിട്ടും ക്രോസ് പീസ് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതാ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഭാഗം നല്ല ഫിനിഷ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിൽ ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗത്ത് നമുക്ക് ഊക്സോ ബട്ടൺസോ ഒക്കെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവിനെ ജോയിൻ ചെയ്ത് എടുക്കാം. ഈ ഒരു രീതിക്കാണ് രണ്ട് സൈഡിലായിട്ടും സ്ലീവിനെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു ഡ്രസ്സും സ്ലീവും നന്നായിട്ടൊന്ന് വിരിച്ചെടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ സെൻറ്ററുകളിൽ നമ്മൾ ഓൾറെഡി കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെൻറ്ററുകൾ ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും കൂടെ സ്ലീവിനെ ജോയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പം സെൻറ്ററുകളൊക്കെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ആ കറക്റ്റ് സെൻറ്ററുകൾ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ രണ്ട് സൈഡിലും സ്ലീവിനെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഡ്രസ്സിൻ്റെ രണ്ട് സൈഡുകളും കൂടെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ അവിടം മുതൽ നമ്മൾ സ്ലിറ്റിന് വേണ്ടി മാർക്ക് ചെയ്ത അവിടം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പം രണ്ട് സൈഡും നമ്മൾ സ്ലിറ്റ് വരുന്നിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി സൽവാറിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലും സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് അത്യാവശ്യം നല്ല ലൂസായിട്ടൊരു കഫ്താൻ ടൈപ്പ് ഷോർട്ട് ടോപ്പാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ഫിറ്റ് പാൻറ്റും കൂടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര തന്നെ ലൂസ് വേണ്ടാത്തവർക്ക് നമ്മൾ 18 ഇഞ്ചസ് വെടുത്തെടുത്തത് അതിനേക്കാളും കുറച്ചിട്ട് എടുത്താൽ മതി. 15 ഇഞ്ചസ് വരെയൊക്കെ നമുക്ക് വെടുത്തെടുക്കാം. പിന്നെ ലെങ്ത്തും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു കഫ്താൻ ടൈപ്പ് ഒരു ടോപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം ഒരു ലൂസിലായിട്ടാവും ഉണ്ടാവാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോഡ് സെറ്റാണിത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്